Hi dears, welcome to AchusDesign. ഇന്ന് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് എംബ്രോയിഡറി ഡിസൈൻ ആണ് ചെയ്യുന്നത്. അതിനുവേണ്ടി സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി ഗോൾഡ് കളറിൽ ഷുഗർ ബീഡ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്റ്റിക്ക് ബീഡ് വേണം. ആൻറ്റി ഗോൾഡ് കളറിലാണ് സ്റ്റിക്ക് ബീഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സ്റ്റോണാണ് വേണ്ടത്. സിൽവർ കളറിൽ കുറച്ച് സ്റ്റോൺസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ സെൻറ്റർ ഭാഗത്തൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ B7000 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്ലൂവും കൂടി ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ പാറ്റേൺ വന്നിട്ട്. യോക്ക് പോർഷനിലേക്കാണ് ഡിസൈൻ വന്നിട്ടുള്ളത്. XXL സൈസാണ്. ആദ്യം നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്രയാണോ യോക്ക് പോർഷനിൻ്റെ അളവ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും അളവ് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്ക് മാർക്ക് ചെയ്യുക. പിന്നെ നമ്മളുടെ ഷോൾഡറിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുക. പിന്നെ ചെസ്റ്റ് സൈസൊക്കെ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഫ്രണ്ടിലുള്ള ആ ഒരു ഷേപ്പിൽ നമുക്കൊന്ന് വരച്ച് എടുക്കണം. മെറ്റീരിയലിലേക്ക് വരച്ചെടുക്കണം. ഈ ഡിസൈൻ വന്നിട്ട് നമുക്ക് അതിനുള്ളിലാണ് നമ്മുടെ ഡിസൈൻസ് ഒക്കെ വരുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെയാണ് ഡിസൈൻ വരുന്നത്. ഈ ഒരു ഭാഗത്ത് ഡിസൈൻ ഇല്ല. ബാക്കി യോക്ക് പോർഷൻ ഫുള്ളായിട്ടാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ വരുന്നത്. ഷോൾഡർ ടു യോക്ക് ഭാഗം വരെ ഈ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആ ഒരു നമ്മൾ വർക്ക് ചെയ്യേണ്ട ഭാഗത്തൊക്കെ കുറച്ച് റൗണ്ട്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് സ്പ്രെഡ് ചെയ്ത പോലെ റൗണ്ട്സ് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമുക്ക് ഈ ഒരു ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ആ സിൽവർ സ്റ്റോൺ ഉണ്ടല്ലോ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു റൗണ്ട്സൊക്കെ ഒന്ന് വരച്ച് കൊടുക്കാനാണ്. ഫ്ലവേഴ്സാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് പിന്നെ ഇതിനേക്കാളും കുറച്ചുകൂടെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത്. ക്യാമറയിൽ വന്നതുകൊണ്ടാണ് കുറച്ച് ഡാർക്ക് കളറ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് കളർ തന്നെയാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി ത്രെഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ 2 ടൈംസ് നീഡിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നീഡിൽ നമ്പർ 1 ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്റ്റോണിൻ്റെ ചുറ്റിനുമായിട്ട് നമുക്ക് ഈ ഒരു ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ഫുള്ളായിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം. ഓരോ സ്റ്റോണിൻ്റെയും കൂടെ വേണം നമ്മൾ ഈ ഒരു സിൽക്ക് ത്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതൊരു പാർട്ടി വെയർ ചുരിദാറാണ്. ഇതൊരു ഗൗൺ പോലെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് യോക്ക് പോർഷൻ്റെ ഫുള്ളും ഇങ്ങനെ വന്നിട്ട് താഴേക്ക് നമുക്ക് ഫ്ലെയർഡ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ഗൗൺ വന്നിട്ടുള്ളത്. ഒരു കസ്റ്റമൈസ്ഡ് വർക്കാണ്. XXL സൈസിലുള്ള ഒരു കസ്റ്റമൈസ്ഡ് വർക്കാണ്. ഓരോ സ്റ്റോണിൻ്റെയും ഭാഗത്തായിട്ട് നമ്മളുടെ ഒരു ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നമുക്ക് ഫ്ലവേഴ്സൊക്കെ ഫിൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള ഫ്ലവേഴ്സും കൂടെ നമുക്കത് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിക്ക് ബീഡ് ഉണ്ടല്ലോ അതൊന്ന് നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ത്രെഡ് എടുത്തിട്ട് നമുക്ക് 1-2 പ്രാവശ്യം ഒന്ന് ലോക്കിട്ട് കൊടുക്കാം. പിന്നെ ഇതൊരു സ്പ്രെഡ് ചെയ്ത പോലെയാണ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഒരുപാട് അങ്ങ് തിക്ക് അടുപ്പിച്ചടുപ്പിച്ച് നമ്മൾ ചെയ്യണില്ല. കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. കാരണം ഇത് ഗൗൺ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് നമുക്ക് ചെയ്യാനായിട്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ആദ്യം ഒരു പിന്നെ ഷുഗർ ബീഡ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് ചുറ്റിന് ഒരു 8 ഷുഗർ ബീഡ്സ് എടുത്തിട്ട് ആ റൗണ്ടിലൊന്ന് നമ്മൾ അതിനെ ഒന്ന് ലോക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്പ്രെഡ് ചെയ്ത് മാറ്റി നമുക്കൊന്ന് കൊടുക്കണം. ഇപ്പോൾ ഇതാ ഞാനിതുപോലെ ഒരു 8 ബീഡ്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഒന്ന് തിരിച്ചു കൊടുത്തിട്ട് നമുക്കതിൻ്റെ ചുറ്റിനും ഒന്ന് ലോക്കിട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് നമുക്കൊന്ന് ലോക്കിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇനി കുറച്ച് ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇനി അവിടെ ഒരു സ്റ്റിക്ക് ബീഡ് ഫിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമുക്ക് ഈ ഒരു ഷുഗർ ബീഡ്സും കൂടെ നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ കുറേ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക് വന്നിട്ടുള്ളത്. യോക്ക് പോർഷൻ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മോഡലിലാണ് വരുന്നത്. അപ്പോൾ ആ സെൻറ്റർ ഭാഗത്ത് നമ്മളൊന്നും ചെയ്തിട്ടില്ല.
അത് പിന്നെ അംബ്രല്ല കട്ടിംഗ് ആയിട്ടുള്ള ഫ്ലെയർഡ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത പോലെ ബീഡ്സും നമ്മുടെ ഒരു സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സും കൂടിയാണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ സ്ലീവിൻ്റെ ഡിസൈൻസ് ഞാൻ ആഷ്ലി ക്രിയേഷൻസ് ചാനലിനകത്തായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്നും ഇഷ്ടമായെന്നും ഞാൻ കരുതുന്നു. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.